എന്താണ് BJP സർക്കാരിന് പിണറായിയോട് അല്ലെങ്കിൽ പിണറായി സർക്കാരിനോടുള്ള അടുപ്പം? എന്താണ് കടപ്പാട്? എന്താണ് ബന്ധം? എങ്ങനെയാണ് അവരെ പരസ്പരം കൈകാര്യം ചെയ്യപ്പെട്ടിരിക്കുന്നത്? ഇതൊക്കെ ഈ കേസിനെ കുറിച്ചുള്ള പുരാവൃത്തം മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിൽ വരുന്ന സംശയങ്ങളാണ്. അടിയന്തരാവസ്ഥ കഴിഞ്ഞ് നടന്ന തിരഞ്ഞെടുപ്പില് അന്നത്തെ ജനസംഘം അടങ്ങുന്ന ജനതാ പാർട്ടിയും CPM ഒക്കെ യോജിച്ച് പ്രവർത്തിച്ചു എന്നുള്ളതൊക്കെ ശരിയാ. VP സിംഗ് പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലത്ത് എല്ലാ ബുധനാഴ്ചകളിലോ വ്യാഴാഴ്ചകളിലോ VP സിംഗിന്റെ വീട്ടിൽ EMSഉം സുർജിത് സിംഗും ഒക്കെ ചേർന്ന്, ചിലപ്പോൾ ജ്യോതി ബസുവും കൽക്കട്ടയിൽ നിന്ന് അദ്ദേഹം പറന്നു വരും, അവരൊക്കെ ചേർന്ന് ഒരു ഏകോപന സമിതി ഉണ്ടായിരുന്നു. അവർ യോഗം ചേരുമായിരുന്നു, ഭക്ഷണം കഴിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞതൊക്കെ ശരിയാ. പക്ഷേ ഈ മോദിക്കാലത്ത് എന്താണ് പിണറായി വിജയന് അല്ലെങ്കിൽ പിണറായി വിജയന്റെ പാർട്ടി അവർക്ക് ഈ BJPയുമായിട്ടുള്ള സൗഹൃദം? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പില് നമ്മുടെ സുരേഷ് ഗോപി ജയിച്ചു പോയതിന്റെ പിന്നിൽ ആ അന്തർധാര എന്തെങ്കിലും ഉണ്ടോ? ഇതിനെക്കുറിച്ച് അന്തർധാര എന്നാണ് പറയുന്നത്. നമ്മളാരും കാണാത്ത രീതിയിൽ ഒരു ധാര ഈ തൃശ്ശൂർ തെരഞ്ഞെടുപ്പിൽ അതുപോലെ പ്രവർത്തിച്ചിട്ടുണ്ടോ? ഇനി 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ അന്തർധാരയുടെ സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കുമോ? നമ്മൾ ഈ മാസപ്പടി കേസും ലാവ്ലിൻ കേസും ഒക്കെ ഇങ്ങനെ മാറ്റി വയ്ക്കപ്പെടുന്നതിൽ കാണുന്നത് ചില ഭാവി രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള സൂചനകളാണോ? സംശയിക്കാൻ മതിയായ കാരണങ്ങളുണ്ട്.